ഹലോ നമസ്കാരം. എൻ്റെ പേര് രജനി എന്നാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ മോനെക്കുറിച്ച് സംസാരിക്കാനാണ്. എൻ്റെ മോന് 4.5 വയസ്സ് പ്രായമാണുള്ളത്. കുഞ്ഞിനെ ഞങ്ങൾ ആദ്യം ഒരു LKG ക്ലാസ്സിൽ സ്കൂളിൽ ആക്കിയായിരുന്നു. അപ്പോൾ അവന് 4 പ്രാവശ്യം ഫിറ്റ്സ് വന്നതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് ആരോടും അധികം സംസാരിക്കാറില്ല, മിണ്ടാറില്ല, ഒന്നിനും റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ എഴുതാനും പെൻസിൽ പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ കൊണ്ടാക്കിയ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഓണപരീക്ഷയായപ്പോൾ മാർക്ക് വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് പേപ്പറിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്കത് വളരെയധികം മാനസികമായിട്ട് വിഷമമായിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു ആർദ്ര എന്ന് പറയുന്നൊരു ചേച്ചി ഞങ്ങളോട് ഈ ആൽഫ സ്കൂളിനെ കുറിച്ച് സംസാരിച്ചു. അവരുടെ മകനും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് വന്ന് ചോദിക്കുകയും കുഞ്ഞിനെ ഞങ്ങൾ അവിടെ ആക്കുകയും ചെയ്തു. ഏകദേശം 3 ദിവസം ആയപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് തനിയെ ബുക്ക് എടുക്കാനും എഴുതണമെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം കുഞ്ഞ് ഏകദേശം 6 മാസത്തോളമായി ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നു. അവന് നല്ല മാറ്റമുണ്ട്, നല്ല ബെറ്ററായി. അവൻ തന്നെ അക്ഷരങ്ങളും പിന്നെ അക്കങ്ങളും ഒക്കെ എഴുതാൻ തുടങ്ങി. ഇംഗ്ലീഷ് അക്ഷരമായാലും എല്ലാം അവൻ തന്നെ എഴുതാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ കൈ പിടിച്ച് ഒരുപാട് പാടുപെട്ടാണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ അതങ്ങനെയൊന്നും അല്ല, നല്ല ബെറ്ററായ ഞങ്ങൾ കൈ പിടിക്കുന്നത് പോലും അവന് ഇഷ്ടമല്ല. അപ്പോൾ അത്രയും നല്ല ഒരു ഡെവലപ്മെൻറ്റിൽ എൻ്റെ കുഞ്ഞിനെ എത്തിച്ചു. അതിന് വളരെയധികം നന്ദിയും കടപ്പാടും ഞങ്ങൾ സ്കൂളിനോടുണ്ട്. പ്രത്യേകിച്ചും കുഞ്ഞിൻ്റെ ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചറായ മനീഷ ടീച്ചറിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഒന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത് എൻ്റെ മകനെ ഒന്നും അറിയത്തില്ലായിരുന്നു. കാര്യം ഒരു വാക്ക് പറയുമെങ്കിലും അത്ര വ്യക്തമായിട്ടൊന്നും പറയില്ല. എഴുതുന്ന കാര്യത്തിൽ ഒട്ടും ചെയ്യത്തില്ലായിരുന്നു, പെൻസിൽ പിടിക്കുക പോലും ഇല്ല. ഭയങ്കര മടിയുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഇപ്പോൾ അവൻ തന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം ബുക്ക് എടുത്ത് ഹോംവർക്ക് എഴുതാനുണ്ട്, ഹോംവർക്ക് എഴുതണം, ടീച്ചർ ചോദിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവയെല്ലാം പറയുന്നു. ഡാൻസ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, അക്ഷരങ്ങൾ ഏതാണ് പഠിപ്പിച്ചതെന്ന് പറയും. കൂടുതലും മാത്സാണ് അവനിഷ്ടം. മാത്സ് നല്ലപോലെ അവ എഴുതുകയും എണ്ണയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ സ്കൂളിനോടും സ്കൂളിലെ ടീച്ചേഴ്സിനോടും വളരെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി.